തന്നെ ഒഴിഞ്ഞുകിടന്നിരുന്ന മിഷൻ തീക്ഷ്ണതയെ ഉജ്ജ്വലിപ്പിച്ച് അധ്യാപന വൃത്തിയിൽ നിന്ന് ലീവെടുക്കാൻ വീണ മിഷനിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളുള്ള ദയോരിയെ വില്ലേജ് വർക്കിനായി തന്റെ ത്യാഗപൂർണമായ സേവന മേഖലയുടെ അതിരുകൾ വികസിപ്പിച്ചു. തുടർന്ന് മിഷനിൽ തന്നെ ഗുഡ് ഷെപ്പേർഡ് ഷഡോൾ സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്തു. മിഷൻ പ്രവർത്തനങ്ങളുടെയും അധ്യാപനത്തിന്റെയും സേവനരഹിതമായ ജീവിതത്തിനിടയിൽ 1988 സെയിന്റ് ആൻസ് സ്കൂളിലും 1990-92 കാലഘട്ടത്തിൽ ചൂണ്ടൽ ലേഡി മാർഗരറ്റ് ഗേൾസ് സ്കൂളിലും പ്രധാന അധ്യാപികയായി ശ്രേഷ്ഠമായ സേവനം കാഴ്ചവെച്ചു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ സരസമായ സംഭാഷണ ശൈലിയോടെ അധ്യാപകരോടും കുട്ടികളോടും ഇടപഴകിയ സിസ്റ്റർ ഏവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയിരുന്നു. വളരെ സന്തോഷഭക്തിയായിരുന്ന സിസ്റ്റർ ഏത് കാര്യവും എല്ലായ്പ്പോഴും ദേഷ്യഭാവം ഒട്ടുമില്ലാതെ നർമ്മരസത്തോടെ അവതരിപ്പിക്കുകയും തന്നിലുള്ള ആനന്ദവും സമാധാനവും മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമായി മാറുകയും ചെയ്തു. 1992 ചുവങ്കൽ സ്കൂളിൽ പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന സമയം റിട്ടയർ ചെയ്യാനിരിക്കെ തന്നെ സ്ട്രോക്ക് മൂലം ഒരു ഭാഗം തളരുകയും രോഗബാധിതയാവുകയും ചെയ്തു. എന്നിരുന്നാലും തീക്ഷ്ണതയായിരുന്ന സിസ്റ്റർ തന്റെ അധ്യാപന വൃത്തി ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കുന്നതിൽ നിന്നും പിന്മാറിയില്ല. അധ്യാപന വൃത്തിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം രോഗം അധികമായതിനെ തുടർന്ന് തന്റെ അവസാന വർഷങ്ങൾ എക്സ്പെക്ടമ്മ മരീന ഹോമിലാണ് ചിലവഴിച്ചത്. അവസാനത്തെ 4 വർഷത്തോളം പൂർണ്ണമായും രോഗശയ്യാവലംബിയാകുന്നതുവരെ കൂട്ടക്രമങ്ങൾ പങ്കെടുക്കുകയും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. രോഗശയ്യയിലായിരിക്കുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാവരെയും സ്വീകരിക്കുകയും സന്തോഷിപ്പിക്കുകയും അങ്ങനെ ആനന്ദത്തിന്റെ ഒരു പ്രതീകമായി തീരുകയും ചെയ്യുമായിരുന്നു. കുഞ്ഞുമക്കളെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കുവാനും സരസമായി കവിതകൾ പാടിക്കൊടുത്ത് ജീവിത മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനും അമ്മ പരിശ്രമിച്ചിരുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ തികഞ്ഞ ഭക്തയായിരുന്ന അമ്മ ധാരാളം സുഖമായ ശുദ്ധതയും പ്രാർത്ഥനാനിരതയാവുകയും ആത്മാക്കളുടെ രക്ഷയ്ക്കായി യത്നിക്കുകയും ചെയ്തിരുന്നു. സേവന തീക്ഷ്ണതയും ഹൃദയാനന്ദവും മുഖമുദ്രയായി സ്വീകരിച്ച എക്സ്പെക്ടമ്മ സഭാ നിയമങ്ങളിൽ വിശ്വസ്ത പുലർത്തി അതിലൂടെ ലഭിക്കുന്ന ദൈവവചന പ്രസാദത്തെ കുറിച്ചുള്ള തികഞ്ഞ അവബോധത്തോടെ ജീവിച്ചു. സെന്റ് മേരീസ് ഒല്ലൂർ, എസ് ഓഫ് മേരീസ് കണ്ടശങ്കടവ്, ആലുവ ചെറുറീറ്റ്, CTC പാവറട്ടി, ദീപ്തിഭവൻ ദയോരി, ഗുഡ് ഷെപ്പേർഡ് ഷഡോൾ, സാന്തോം ചൂണ്ടൽ, മരീന ഹോം ചൂണ്ടൽ എന്നിവിടങ്ങളിലായി തന്റെ സ്നേഹ ശുശ്രൂഷ കാഴ്ചവെച്ചു. വാർദ്ധക്യത്തിന്റെയും അസുഖത്തിന്റെയും അസ്വസ്ഥതകളിലും ദിവ്യമണവാളന്റെ സഹനബാധയിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ നാഥനോട് ചേർന്നിരിക്കാൻ അതിനായി ആഗ്രഹിച്ചു. ജീവിതം പോലെ തന്നെ 2026 ഓഗസ്റ്റ് 2-ന് 8 മണിയോടെ ഏവരോടും വിരശക്തി നാഥനിലേക്ക് അടഞ്ഞ എക്സ്പെക്ടമ്മ സമർപ്പിത ജീവിതത്തിന്റെ മാധുര്യം നിശബ്ദമായി പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ദിവ്യമണവാളനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ പരിഹാരത്തിനായി ഈ ദിനം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എക്സ്പെക്ടമ്മയിലെ കടങ്ങളും പാപങ്ങളും മോചിച്ച് ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ദിവ്യബലിയോട് ചേർന്നുള്ള സംസ്കാര ശുശ്രൂഷകളെ ഏകമനസ്സോടെ നമുക്ക് പങ്കുകൊള്ളാം. വേർപാടിന്റെ ദിവസം ശരിക്കും പറഞ്ഞാല് യേശു ഉത്ഥാനം ചെയ്ത ആ ഞായറാഴ്ച രാവിലെ ചിരിക്കുന്ന അമ്മ സിസ്റ്റർ എസ്പെക്ട 89 വർഷത്തിന്റെ കർമ്മനിരതമായ കഠിനാധ്വാനത്തിന്റെ അർപ്പണ ജീവിതത്തിന്റെ ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റി അതിന്റെ ചാരിതാർത്ഥ്യത്തോടു കൂടി കടന്നു പോവുകയാണ്. മടക്കയാത്രയാണ്. എങ്ങനെ മടക്കയാത്ര? അത് ദൈവത്തിൽ നിന്നാണ് വന്നത്. ദൈവത്തിന്റെ പക്കലേക്കുള്ള മടക്കയാത്ര. നമ്മുടെ മെരീന ഹോമിൽ നിന്നും സാന്തോമിൽ നിന്നും ഒക്കെ പടിയിറങ്ങുകയാണ്.
ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര, ഒരിക്കലും തിരിച്ചു വരാൻ ഈ എസ്പെക്റ്റാമ ഇഷ്ടപ്പെടാത്ത യാത്ര. സഭാപ്രസംഗകരിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങുന്നു, ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. എത്രയോ മഹത്തായ ഒരു ജീവിതം. ഇന്ന് രാവിലെയുള്ള കുർബാന, ഞായറാഴ്ച കുർബാനയ്ക്ക് 6:30 മണിക്ക് മെരീന ഹോമിൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലും ഒക്കെയുള്ള കുർബാന, ദേവാലയത്തിൽ കുർബാന, ആ കുർബാനയ്ക്ക് സുവിശേഷമായിട്ട് ലഭിച്ചത് ഒരു ഭാഗം ഞാൻ ഓർക്കുകയാണ്. അതില് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവിടെ ഒരു നിധി കണ്ടെത്തിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ആ നിധി സ്വന്തമാക്കാൻ വേണ്ടി, അമൂല്യമായ നിധിയാണ്, അത് സ്വന്തമാക്കാൻ വേണ്ടി തനിക്കുള്ളത് മുഴുവൻ വിറ്റിട്ട് ആ നിധി സ്വന്തമാക്കുന്ന അനുഭവമാണ്. അവിടെ അതായിരുന്നു സുവിശേഷം. അത് സന്തോഷത്തോടെ വിറ്റു എന്നുള്ളതാണ്. ഇവിടെ സിസ്റ്റർ തന്റെ ഡിഗ്രി പഠനമൊക്കെ പൂർത്തിയാക്കി എറണാകുളം സെന്റ് തെരേസാസിൽ B.Ed പാസ്സായി കഴിഞ്ഞപ്പോൾ അമൂല്യമായ നിധി കണ്ടെത്തി. അങ്ങനെയാണ് CMC സഭയിലേക്ക് വന്നത്. വിലപ്പെട്ട നിധി, മറ്റെന്തിനേക്കാൾ വിലയുള്ള നിധി. ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-8 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി ഞാൻ കണക്കാക്കി. ക്രിസ്തു എന്ന നിധി സ്വന്തമാക്കിയ എക്സ്പെക്റ്റാണ്. എന്തൊരു ധന്യമായ കടന്നുപോകൽ. രാവിലെ ഈ സുവിശേഷ ഭാഗവും വായിച്ച് ധ്യാനിച്ച് കുർബാനയും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ കുർബാന, ആ ബലി പൂർത്തിയായ നിമിഷം ഇവിടെ മറ്റൊരു ബലി പൂർത്തിയായി. 89 വർഷത്തെ ധന്യമായി സകല ജീവിതത്തിന്റെ ഒക്കെ ബലി ജീവിതം പൂർത്തിയായി. പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ച് കടന്നുപോയ വാർത്തയാണ് കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. അപ്പൊ പിതാവിന്റെ കരങ്ങളിലേക്ക് യേശു തന്റെ ആത്മാവിനെ കൊടുത്തിട്ട് ശാന്തമായി കടന്നുപോയതുപോലെ കടന്നു പോവുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഇന്ന് സ്വർഗം സന്തോഷിക്കുക, ഒരുപാട് സന്തോഷത്തിന്റെ ദിവസമാണ് സ്വർഗത്തില്. കാരണം ഒരുപാട് നാൾ കൂടിയാണ് സ്വർഗത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുന്നത്, ഒരു ശിശുവിനെ കിട്ടുന്ന ദിവസമാണ്. കാരണം ശിശുമാര് കർത്താവിനോട് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാണ്. ഒരു ശിശുവിനെ കർത്താവ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. മുതിർന്ന ആളുകളോട് കർത്താവ് പറയുന്നത് കുഞ്ഞുങ്ങളെ പോലെയാണ്. കുഞ്ഞുങ്ങളോട് സാധാരണ മുതിർന്നവർ പറയാറുണ്ട്, മുതിർന്നവരെ കണ്ടുപിടിക്കുക. പക്ഷെ കർത്താവ് നേരെ തിരിച്ചാണ് പറയുന്നത്. മുതിർന്നവരോട് പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കണം. കുഞ്ഞുങ്ങൾക്ക് എന്താ പ്രത്യേകത? അത് നമുക്കറിയാം. കുഞ്ഞുങ്ങൾക്ക് യാതൊരു കാപട്യവും ഇല്ല, വക്രതയില്ലല്ലോ, വക്രതയില്ല. അപ്പോ വളരെ നിഷ്കളങ്കരാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ പിടിച്ചിരിക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളുടെ ചിരി സന്തോഷമൊക്കെ കാണുമ്പോൾ സർവ്വ ടെൻഷൻ പോകും. അപ്പൊ ഈ കുഞ്ഞുങ്ങള് സ്വർഗത്തിൽ നിന്ന് പതിവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടി, ചിരിക്കുന്ന, ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരമ്മയെ സിസ്റ്റർ എക്സ്പെക്ട്. അപ്പോ അത് സിസ്റ്ററെ ജീവിതത്തിൽ നോക്കുമ്പോ അതാണ് നമ്മൾ ഈ എളുപ്രാസിയാമയെ കുറിച്ച് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ്. വാസ്തവത്തിൽ എക്സ്പെക്റ്റാമ ചിരിക്കുന്ന അമ്മയാണത്. അത് ഈ ഒരു കളങ്കമില്ലാത്ത കുഞ്ഞുങ്ങൾ, കളങ്കമില്ലാത്ത കുഞ്ഞുങ്ങൾ, കാപട്യമില്ലാത്തവര്, വക്രതയില്ലാത്തവര്, ചിരിക്കുമ്പോൾ ചിരിക്കണമെന്ന് തോന്നും, കരയുമ്പോൾ കരയണമെന്ന് തോന്നും. പക്ഷെ സിസ്റ്റർ റെസ്പെക്ട് ഒരിക്കലും കരഞ്ഞു കണ്ടിട്ടില്ല. പക്ഷെ ചിരിക്കണം തോന്നുമ്പോൾ ചിരിക്കും, ഉള്ളു തോന്നുന്ന ചിരിക്കും. ഉള്ളിലെ സന്തോഷം പുറത്തു വരുന്നതാണ്. പുറമേ ഒന്നും അകമേ വേറൊന്നും
എസ്പെക്ടാക്കി ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങൾക്കും അതില്ല. അത് തന്നെയാണ്, അഭിനയമില്ലല്ലോ. മുതിർന്ന ആളുകൾ പച്ചവെള്ളം ചവച്ചറക്കും, പക്ഷെ കുഞ്ഞുങ്ങൾ അത് ചെയ്യില്ല. അതേ സ്വഭാവമാണ് സിസ്റ്റർ എസ്പെക്ടായിക്കും ഉള്ളത്. സ്ഫടികം പോലെയുള്ള മനസ്സ്, എപ്പോഴും ചിരിക്കും, ചിരിപ്പിക്കും, വളരെ രസകരമായ രീതിയിൽ സൗഹൃദം സൂക്ഷിക്കുന്ന എസ്പെക്ടാണ്. 55-ാം വയസ്സിൽ ഇവിടെ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത എച്ചമായിരുന്നു. റിട്ടയർ ചെയ്തപ്പോൾ അവിടെ അതിനുശേഷമാണ് സിസ്റ്ററിന് ഒരു വശം തളർന്നുപോയി സ്ട്രോക്ക് വരുന്നതും ഒക്കെ നമ്മൾ അറിയാൻ കാര്യങ്ങളൊക്കെ. 34 വർഷം ഈ സഹനത്തിലൂടെ കടന്നുപോയി. പക്ഷേ ആത്മബലം കൊണ്ട് ചിരിച്ചു തള്ളുന്ന എസ്പെക്ടാണ്. ചിരിച്ചുകൊണ്ട് നേരിട്ടു. ശരീരത്തിന്റെ ഒരു വശമേ തളർന്നുള്ളൂ, പക്ഷെ മനസ്സ് തളർന്നില്ല. മനസ്സ് തളരാൻ എസ്പെക്ട് സമ്മതിച്ചില്ല. അതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. അത് ആണ് ഈ അമ്മയ്ക്കുള്ളത്. സഹനങ്ങള് എന്തു വന്നാലും ആ കുഞ്ഞുങ്ങളുടെ മുഖത്തും എത്ര വേദനയുടെ നടക്കുകയാണെങ്കിലും ചിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അതാണ് അത് നമുക്കൊക്കെ കാണുമ്പോൾ ഒരു സഹനമായിട്ട് തോന്നും. പക്ഷേ എസ്പെക്ടാമയെ സംബന്ധിച്ചിടത്തോളം രോഗത്തെ ചിരിച്ചു തള്ളിക്കൊണ്ട് തോൽപ്പിക്കുകയാണ്. 34 വർഷം രോഗാവസ്ഥയിലായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ 4 വർഷം ഒത്തിരി സഹനത്തിന്റെ അനുഭവങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ കാര്യങ്ങൾ പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൂടുതൽ സഹനത്തിന്റെ നിമിഷങ്ങളിലൂടെ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവം വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. സ്വർണം അഗ്നി കൊണ്ട് ശുദ്ധി ചെയ്തെടുക്കുന്ന അനുഭവമായിരുന്നു അത്. ഇന്ന് എസ്പെക്ടാമ നേരെ മുകളിലേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തോറ്റത് ഈ രോഗമാണ്, ഈ എസ്പെക്ടാമയല്ല. ഇതെല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പലർക്കും പരാതിയും പരിഭവവും ഇല്ലാതെ സഹനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. രോഗത്തെ ദുര്യോഗമായി, മരണത്തെ മാരണമായിട്ട് കാണുന്നവർക്ക് ഇതൊരു പ്രശ്നമാണ്, ഇതൊരു വെല്ലുവിളിയാണ്. ഈ എസ്പെക്ടാന്റെ ജീവിതം ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതുപോലെ എസ്പെക്ടാമെങ്കിൽ ചിരിക്കാൻ സാധിക്കുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചു പോയിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ബൂസ്റ്റിംഗ് ഇഫക്റ്റ് ഉള്ള അനുഭവമാണത്. അപ്പൊ സ്വന്തം കാര്യങ്ങൾ പോലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വയം ചെയ്യാനുള്ള ഒരു മനസ്സ് എസ്പെക്ടാമയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സൈഡ് തളർന്നു പോയാലും മറ്റേ സൈഡ് എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നു. സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അപ്പോഴും ചിരിച്ചുകൊണ്ടാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഇവിടെ ആദ്യം വായിച്ചല്ലോ, ആ എസ്പെക്ടാമയുടെ ചരിത്രം വായിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടു. അത് തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരൊറ്റ കൂട്ടക്രമത്തിനും വിട്ടുനിൽക്കുക. പ്രാർത്ഥനയ്ക്കും ഭക്ഷണത്തിനും ഉല്ലാസത്തിനും എപ്പോഴും ഏതിയും വലിഞ്ഞും വരും. അവിടെ വന്നിരുന്നിട്ട് ഒരു ഭയങ്കര എനർജിയാണ്. കൂടുതലുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഈ എസ്പെക്ടാമയെ സംബന്ധിച്ചിടത്തോളം. അത് എപ്പോഴും കാണുന്ന ഒരു കാര്യമാണത്. അപ്പോ ഈ ഉപ്പിന്റെ സ്വഭാവം, ഉപ്പ് രുചി പകരുന്ന അനുഭവമാണ് ഭക്ഷണത്തിന്. എത്ര നല്ല ഭക്ഷണമാണെങ്കിലും ഉപ്പില്ലെങ്കിൽ രുചിയില്ല. ആ അനുഭവമാണ് കൂടെയുള്ളവർക്ക് രുചി പകരുന്ന അനുഭവം. അത് ഈ ദൈവരാജ്യ അനുഭവമാണ്. നീതി, സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അപ്പോ ഭക്ഷണപാനീയങ്ങളല്ല അവർക്ക് സന്തോഷം നൽകുന്നത്. നീതി, സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ആ സന്തോഷമാണ് ഉള്ളിലില്ലാത്തത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. ഉള്ളിലെ സന്തോഷം അത് കുഞ്ഞുങ്ങൾക്കേ പറ്റുള്ളൂ. കളങ്കമില്ലാത്ത ചിരിക്കാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. അവര് വെട്ടിക്കെട്ട് നടത്തിയാണ് ആഘോഷിക്കുന്നത് എസ്പെക്ടാമ ചെയ്യുന്നത് കണ്ട്. അപ്പോ ഈ എസ്പെക്ടാമയുടെ ജീവിതം അത് തന്നെ വലിയൊരു സാക്ഷ്യമാണ്. കൂടാതെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന മുഖ്യമായിട്ട് ഈ എസ്പെക്ടാമ അധ്യാപികയാണ്. എത്രയോ മനുഷ്യരെ വെറുതെ സയൻസ് ഇംഗ്ലീഷും
കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. വാസ്തവത്തിൽ അതിനേക്കാൾ ഉപരി ദൈവത്തിന് വേണ്ടി മക്കളെ രൂപപ്പെടുത്തുന്ന അമ്മമാരുടെ അതേ ദൗത്യം ചെയ്തുകൊണ്ട് സ്കൂളിൽ നല്ലൊരു അധ്യാപികയായി അർപ്പണബോധത്തോടെ ഉത്തരവാദിത്വത്തോടെ ആത്മാർത്ഥമായി ചെയ്ത കർത്തവ്യങ്ങളുടെ അനന്തരഫലങ്ങളോളം അധികാരികൾ ഹെഡ്മിസ്ട്രസ് ആയിട്ട് ഇവിടെയും അതുപോലെ തന്നെ ഈ സെന്റ് ആൻസിലും ഒക്കെ നിയമിക്കാൻ കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും വ്യക്തികളോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള ആ സ്വഭാവത്തിന്റെ സവിശേഷത മനസ്സിലാക്കി തന്നെയാണ്. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും മറക്കുകയില്ലാത്തൊരു വ്യക്തിത്വമാണ് ഈ അമ്മയുടേത്. സ്വതസിദ്ധമായ പുഞ്ചിരി, നല്ല സരസമായി വർത്തമാനം പറയാൻ ചിരിക്കാനും കഴിയുന്ന അനുഭവം. മുഖം എപ്പോഴും ഇരുണ്ടിരിക്കുമല്ലോ, അങ്ങനെയുള്ളവരോട് അടുക്കാൻ തോന്നുകയില്ല. ക്ലാസ് മുറിയാണെങ്കിലും സമ്മേളന വേദിയാണെങ്കിലും ചിരിക്കാനും ചിരിപ്പിക്കാനും പറ്റിയ സ്വഭാവം. അതുപോലെ തന്നെ CMC അതിന്റെ ജനറലേറ്റിന്റെ കീഴിലുള്ള സെൻട്രൽ റിന്യൂവൽ ടീമിലെ മെമ്പറായിട്ട് മോട്ടിവേഷൻ കൊടുക്കാനും സഭാംഗങ്ങൾക്ക് പ്രചോദനം കൊടുക്കാനും കഴിയണമെങ്കിൽ ഒരു നല്ല സന്യാസജീവിതം നയിക്കുന്ന വ്യക്തിക്ക് അതിന് കഴിയുള്ളൂ. അത് മനസ്സിലാക്കി തന്നെ ആ ഒരു ടീമിലേക്ക് എസ്പെക്ടാമയെ ഉൾപ്പെടുത്തുകയും ചെയ്തത് കാണുന്നുണ്ട്. അപ്പോ ഇവിടെ എവിടെ നോക്കിയാലും ദൈവത്തിന്റെ നിയോഗവും വിളിയും മനസ്സിലാക്കി വിളിച്ച ദൈവത്തോടും CMC സഭയോടും നിർമ്മല പ്രോവിൻസിനോടും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളോടും പ്രതിബദ്ധമായ ജീവിതത്തോടും സമൂഹത്തോടും പ്രാർത്ഥനാ ജീവിതത്തോടും തന്നോട് തന്നെ വിശ്വസ്തത പുലർത്തും. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കും.